ഒരു ഗവൺമെൻറ് ജോലി എന്ന് പറയുന്നത് ഈ ആളുകളുടെ ഹെൽത്ത് കെയർ ഇൻവെസ്റ്റ് ചെയ്യുക എന്നതാണ്. അല്ലാതെ ഈ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിലുള്ള വൻകിട കമ്പനികളുടെ സിഇഒസിൻ്റെ പ്രോഫിറ്റ് കൂട്ടുക എന്നതല്ല. അപ്പോൾ ഒരു സ്റ്റേറ്റ് ഈ ഹെൽത്ത് ഇൻഷുറൻസ് പദ്ധതികളിലേക്ക് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകാൻ പോകുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത് കൂടുതൽ ആളുകൾ ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളെ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. കാരണം ആളുകൾക്ക് തോന്നുന്നു ഞാൻ ഇത്ര വലിയ ഒരു ഹോസ്പിറ്റലിലൊക്കെ എനിക്ക് പോയി ചികിത്സിക്കാൻ പറ്റും, കാരണം ഇൻഷുറൻസ് ഉണ്ടല്ലോ എന്ന്. ആൻഡ് ഷോർട്ട് ടേമിൽ അവർക്കതൊരു ഗെയിൻ ആയിട്ട് തോന്നും. കാരണം വലിയ AC റൂമുകളുള്ള ഹോസ്പിറ്റൽ, വലിയ എക്യുപ്മെൻറ്റ്സ് ഉള്ള ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് ഇൻഷുറൻസ് വെച്ചിട്ട് നമുക്ക് ചികിത്സ ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ അതൊരു ഗുണമല്ലേ എന്നും തോന്നും. പക്ഷെ നമ്മൾ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയൊക്കെ ഒരു പബ്ലിക് ഹെൽത്ത് കെയർ അല്ലെങ്കിൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ നശിപ്പിക്കാൻ ഈ പ്രൈവറ്റ് കമ്പനികൾ ശ്രമിച്ചിട്ടുണ്ട്, അവിടെല്ലാം അവർ ആദ്യപടിയായിട്ട് ചെയ്തിട്ടുള്ളത് അവിടെയുള്ള സർക്കാരുകളെ ഫോഴ്സ് ചെയ്ത് അല്ലെങ്കിൽ അവരെ ലോബി ചെയ്ത് ഇത്തരം ഇൻഷുറൻസ് പോലുള്ള പദ്ധതികളിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യിപ്പിക്കുക എന്നതാണ്. ഇതൊരു ട്രോജൻ ഹോഴ്സാണ്. ഇത് ഇന്ന് നിങ്ങൾക്ക് ഒരു വലിയ ഓപ്പർച്യൂണിറ്റി ആയിട്ട് തോന്നും, പക്ഷേ ഇതൊരു കുറേ കാലം കഴിയുമ്പോഴാണ് ഇതൊരു ട്രാപ്പാണ് എന്ന് നമുക്ക് മനസ്സിലാവുക. കാരണം കുറച്ച് കഴിയുമ്പോൾ ഇവിടെ ഈ പ്രൈവറ്റ് ഇൻഷുറൻസ് കമ്പനികൾ വരും, അവരുടെ ഒരു മത്സരം ഇവിടെ ഉണ്ടാവും. അപ്പോൾ പിന്നെ അടുത്ത പടിയായിട്ട് ഇവിടെ നടക്കുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രൈവറ്റ് ഇൻഷുറൻസ് കമ്പനികൾ തീരുമാനിക്കും നിങ്ങൾ ഏത് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകണമെന്ന്, പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ തീരുമാനിക്കും നിങ്ങൾ ഏതൊക്കെ പ്രൈവറ്റ് ഇൻഷുറൻസ് എടുക്കണമെന്ന്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഗീവ് ആൻഡ് ടേക്ക് പോളിസി, ഇങ്ങനെ ഒരു ക്ലോസ് ലൂപ്പിൽ നിങ്ങൾ അകപ്പെടും. നിങ്ങൾ അൾട്ടിമേറ്റ്ലി ഈ രണ്ട് എൻറ്റിറ്റീസിൻ്റെ ഒരു പ്രോഡക്റ്റായി മാറും. അതിൻ്റെ ഏറ്റവും നല്ല എക്സാമ്പിളാണ് USA. US നിങ്ങൾക്ക് ഇൻഷുറൻസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾ ഹോസ്പിറ്റലുകളിൽ പോകുന്നത് പോലും കുറയ്ക്കുകയാണ്. മിക്ക ആളുകൾക്ക് ഒന്നെങ്കിൽ ഇൻഷുറൻസ് അഫോർഡ് ചെയ്യാനുള്ള പൈസ ഇല്ല, അല്ലെങ്കിൽ നിങ്ങൾ എടുത്ത ഇൻഷുറൻസ് വെച്ചിട്ട് നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഇൻഷുറൻസ് കമ്പനികൾ പറയും ഇത് നമ്മുടെ കവറേജ് നമ്മൾ എടുക്കില്ല, അതുകൊണ്ട് നിങ്ങൾ സ്വന്തം പോക്കറ്റിൽ നിന്ന് പൈസ കൊടുക്കണം. അത് കൊടുക്കാനുള്ള ഒരു ഭാഗം മിക്ക ആളുകൾക്കും ഇല്ല. ഒരുപാട് ആളുകൾ അതുകൊണ്ട് തന്നെ അമേരിക്കയിൽ ഹോസ്പിറ്റൽ വിസിറ്റ്സ് സ്കിപ്പ് ചെയ്യുകയാണ്. കാരണം പല ആളുകൾക്കും അറിയാം അവർ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഇൻഷുറൻസ് ഇത് കവർ ചെയ്യത്തില്ല. കവർ ചെയ്യാത്തതുകൊണ്ട് തന്നെ ചിലപ്പോൾ നമുക്ക് നല്ല ട്രീറ്റ്മെൻറ്റ് കിട്ടില്ല, കാരണം പോക്കറ്റിൽ നിന്ന് എടുത്ത് പൈസ കൊടുക്കണം. പിന്നെ പ്രൈവറ്റ് ഇൻഷുറൻസ് കമ്പനികൾ ക്ലെയിം റിജക്റ്റ് ചെയ്ത കഥകൾ എക്സ്പോസ് ചെയ്യുന്ന ഡെഡിക്കേറ്റഡ് ഇൻസ്റ്റാഗ്രാം പേജസ് ഉണ്ട്. അതിൽ ഒരു ഇൻസിഡൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഷ്യൻറ്റിൻ്റെ സർജറി നടക്കുകയാണ്. അപ്പം സർജറി നടക്കുമ്പോൾ ഇൻഷുറൻസ് കമ്പനി പറയുന്നത് ബോഡി ഇങ്ങനെ കീറി മുറിക്കാനുള്ള കോസ്റ്റ് അത് വേണമെങ്കിൽ ഇൻഷുറൻസ് കമ്പനി തരാം, പക്ഷെ തിരിച്ച് തുന്നി കെട്ടണമെങ്കിൽ അത് ഇൻഷുറൻസ് കമ്പനി പേ ചെയ്യത്തില്ല എന്ന്. എന്നാലോചിച്ചാൽ ഇങ്ങനത്തെ ഒരു ക്ലോസസ് അവരുണ്ടാക്കും. ആൻഡ് പലപ്പോഴും ഈ ഇൻഷുറൻസ് എടുക്കുന്ന സാധാരണ മനുഷ്യന് ഈ ഇത്തരം ക്ലോസസ് എന്താണെന്ന് ചിലപ്പോൾ മനസ്സിലാവത്തില്ല. അവർ ശരിക്കും ഒരു ഹോസ്പിറ്റലിൽ പോകുമ്പോഴായിരിക്കും അവർ പറഞ്ഞത് ഞങ്ങളുടെ ഈ 1000 പേജുള്ള ഞങ്ങളുടെ ഈ ഡോക്യുമെൻറ്റിൻ്റെ 235 പേജിൽ 342 ലൈൻ നിങ്ങൾ നോക്കുവാണെങ്കിൽ അവിടെ എഴുതിയിട്ടുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ച് വായിക്കാതെയാണ് നിങ്ങൾ കോൺട്രാക്ട് സൈൻ ചെയ്ത്. ഇങ്ങനെയുള്ള നൂലാമാലകൾ അവരുണ്ടാക്കും. ഇങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയായിരിക്കും ഒരുപാട് NRI ആയിട്ടുള്ള നിങ്ങളുടെ ബന്ധുക്കൾ നാട്ടിൽ വന്നിട്ടായിരിക്കും വളരെ ബേസിക് ആയിട്ടുള്ള ഹെൽത്ത് കെയർ കാര്യങ്ങൾ, അതായത് ഉദാഹരണത്തിന് ഒരു റൂട്ട് കനാൽ ചെയ്യണമെങ്കിൽ പോലും കുറേ ആളുകൾ കേരളത്തിൽ വന്നാൽ ചെയ്യുന്നത്. ഇത്രയും വലിയ ജോലിക്കും വലിയ ശമ്പളത്തിനും ആളുകൾ വെളിയിൽ പോയിട്ടും കേരളത്തിൽ വന്നിട്ടാണ് ഈ റൂട്ട് കനാൽ പോലുള്ള ബേസിക് കാര്യങ്ങൾ ചെയ്യുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇവിടെ ഈ പൊതു